പണിയെടുത്ത് ജീവിക്കും അവന്റെ കാറ്. നമ്മൾ ആർസിക്കാറിൻ്റെ ഏതൊരു വീഡിയോ ഇട്ടതിന് വന്നൊരു കമൻറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നോർമലി ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഈ കമൻറ്റിന് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടില്ല, ജസ്റ്റ് റിയാക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കമൻറ്റ് ഇടുന്ന കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ്. ചിലർ നോക്കുമ്പോഴത്തേക്കിന് നമ്മൾ ചെറിയ കളിപ്പാട്ടം മേടിക്കുന്നു, അതിൽ പണിയുന്നു, അതിൻ്റെ ടയർ മാറ്റുന്നു, ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ, ഇത്രയും പൈസ മുടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, വേറെ കുട്ടികളെ കളിച്ച് നടക്കാതെ വല്ല പണിക്കും പോയി ജീവിച്ചുകൂടെ എന്നൊക്കെയാണ് ഇവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുട്ടിക്കളിയല്ല കേട്ടോ, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് കണ്ടല്ലോ, നമ്മുടെ വില്ലീസിന് വേണ്ടി പുതിയ 2 ഡ്രൈവേഴ്സിനെ കൂടെ മേടിച്ചിട്ടുണ്ട്. ഡ്രൈവറും കോ പാസഞ്ചറും അതുപോലെ തന്നെ പുറകിലിരിക്കാൻ ഒരാളെയും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ, ഒട്ടും കുട്ടികളിയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സീരിയസ് മാറ്റേഴ്സ് ഇനിയും വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഇവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഡ്രൈവർ ടോണിക്കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ഓൾമോസ്റ്റ് സെറ്റാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവന് ഒരു കാര്യം മിസ്സിംഗ് ആണ്, ഷൂസ്. നമ്മൾ കഴിഞ്ഞ റൈഡ് പോയപ്പോഴത്തേനും മിസ്സായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ മാൽവാനിൽ പോയിട്ട് ജീപ്പ് ഓടിച്ച വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റഫ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മറിയുകയൊക്കെ ചെയ്തു. ആ സമയത്ത് മറിഞ്ഞപ്പോൾ എപ്പോഴും ഒരു ഷൂസ് മിസ്സായി, ഒരെണ്ണം നമ്മുടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സെയിം ഒരെണ്ണം കൂടെ നമുക്ക് മേടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ 2 ക്യാരക്ടേഴ്സ്. നമ്മുടെ സെയിം ടോണിയുടെ തന്നെ സെയിം സൈസിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇതാണ് ഒരാളുടെ ഫേസ്, രണ്ടാമത്തെ ആളുടെ ഇതാണ്. ഇത് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഇന്ത്യൻ ലുക്കുള്ള താടിയൊക്കെ വെച്ചിട്ടുള്ള ലുക്കാണ് കേട്ടോ. ഇത് പക്ഷേ ഹെയർ സ്റ്റൈലും ഫേസ് മൊത്തത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഏകദേശം 500-600 രൂപയ്ക്കാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഓരോരുത്തരായിട്ട് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെയായിട്ട് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ടോണിയുടെ വെയിറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ക്യാരക്ടറിന്. എല്ലാം ബാർബിയുടെ തന്നെയാണ്, പക്ഷേ എന്തോ ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫേസ് വരുന്നത്. അടിപൊളി ഡ്രസ്സ്. പക്ഷേ നമ്മുടെ വണ്ടിക്ക് പറ്റുന്ന ഡ്രസ്സല്ല. അതുകൊണ്ട് നമ്മളിത് ഇവനെ ഡ്രസ്സ് ചെയ്തതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ക്യാരക്ടറിന് നമുക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ ഇതിനെ വണ്ടിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയായിട്ടൊരു മാച്ച് കാണത്തില്ല കേട്ടോ. കുറച്ച് റഫ് ലുക്ക് ആക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ പുറകെയുള്ള വീഡിയോസിനകത്തായിരിക്കും കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നല്ല പണി എടുക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ കൈയൊന്നും ഫ്ലെക്സിബിൾ അല്ല. ഇവിടെ മാത്രം ഒരു ജോയിൻ്റ് ഉള്ളൂ. ഇത് കണ്ടല്ലോ, ഈ ജോയിൻറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെയും നമുക്ക് ജോയിൻ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കാലിന് നമുക്ക് ജോയിൻ്റ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ പുറകെ വീഡിയോസിൽ വരും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൻ്റെ ക്വാളിറ്റി നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളാണ്. അതുപോലെ ഡീറ്റെയിലിംഗ് നല്ല രസമാണ്. ഈ ഷൂസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഷൂ ആണ്. പിന്നെ ഈ ക്യാരക്ടറിനെ നമ്മൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കിനും അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് വന്നൊരു സാധനമാണ് ഈ കൈയുടെ പൊസിഷൻ. ഈ കൈയുടെ പൊസിഷൻ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ നമ്മളതിനെ നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വന്നതിനെ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഈ കൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ വരും. അല്ലെങ്കിൽ നമ്മളിതിനെ ചൂടാക്കി ബെൻഡ് ചെയ്തൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത സാധനമല്ല, ആക്സിഡൻ്റലി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവൻ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ക്യാരക്ടറിനെ കൂടെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് ആണ് കേട്ടോ. ഫോട്ടോസിൽ കണ്ടതിനേക്കാളും പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഒരു നാച്ചുറൽ ലുക്ക്, താടിയും കുറച്ച് റഫായിട്ടുള്ള താടിയും അതുപോലെ തന്നെ മുടിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ രസമുണ്ട്. അതുപോലെ തന്നെ ആളുടെ ബോഡിയുടെ കളർ ടോണും രസമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനെയൊക്കെ യൂസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ക്യാരക്ടർ, അതായത് ഫേസ് ഒക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് നമുക്ക് പ്രോപ്പർ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതോടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടല്ലോ, നിങ്ങൾ ഫേസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് വരുന്നത്. നമ്മുടെ വണ്ടിയായിട്ട് ഇതിനിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് രസമാണ്. പക്ഷെ നമ്മുടെ വണ്ടിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയായിട്ട് ഈ ഡ്രസ്സിനൊന്നും ഒരു മാച്ചും ഇല്ല കേട്ടോ. ഇതിന് ശരിക്കും ബാർബിയുടെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ക്വാളിറ്റി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇച്ചിരി റഫ് ആക്കുക, ആളുടെ ഫേസും അതുപോലെ തന്നെ ആക്സസറീസും എല്ലാം നമുക്ക് കുറച്ച് റഫ് ആക്കി എടുക്കേണ്ടി വരും. നല്ല പണി എടുക്കേണ്ടി വരും. അതുമല്ല നമ്മൾ ചെയ്ത പോലെ ഇതേ സെയിം ഡ്രസ്സ് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. കാരണം സെയിം ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ യൂണിഫോം പോലെ ഇരിക്കും, അത് ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് രണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരേ ക്വാളിറ്റിയും ഒരേ ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡ്രസ്സും അതുപോലെ തന്നെ ബോഡിയുടെ കളർ ടോണും ഫേസും കാര്യങ്ങളും മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഷൂസ് ഉണ്ടല്ലോ, ഷൂസൊക്കെ രണ്ടുപേർക്കും വേറെ വേറെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഷൂസ്. നമുക്ക് ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോണിക്കുട്ടൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഷൂസ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഷൂസ് നമ്മൾ ഇന്ന് 3D പ്രിന്റ് ചെയ്ത് ഇവന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു അടിപൊളി 3D പ്രിന്റ് ഷൂസ് നമ്മൾ ഇന്ന് ഇവന് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതെ ഇവനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഫേസ് ഒക്കെ നല്ല രീതിയിലുള്ള എക്സ്പ്രഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ 3 ക്യാരക്ടേഴ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ ഡ്രൈവേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. നമുക്ക് ഓരോ ഡ്രൈവിലും ഓരോരുത്തരെ യൂസ് ചെയ്യാം. ഒരാളെ പുറകേക്ക് വിടാം, പ്രത്യേകിച്ച് എന്തെങ്കിലും ആക്ഷൻ കൊടുക്കാം, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കാം, വേണമെങ്കിൽ ഒരു ബിയർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു ക്യാരക്ടറിന് ഒരു ഹുഡിയും വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്.
അത് ഞാൻ ഓർഡർ ചെയ്ത സമയത്തും അത് കണ്ടില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഡ്രസ്സിനെയൊക്കെ നമുക്ക് റെഫറൻസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല രസമുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് റെഫറൻസ് വെച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റെഫറൻസ് എടുത്ത് വേണമെങ്കിൽ ഇതുപോലുള്ള അടിപൊളി ഹുഡിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്ത് ഡ്രസ്സാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡ്രൈവറെ ടോണീനെ സെറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഇപ്പോഴും വരുന്നൊരു കമൻറ്റാണ് ഒരു ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി ഒരു ക്യാരക്ടറെ മേടിച്ചായിരുന്നു. ഇത് കണ്ടല്ലോ, നമ്മൾ ഗേറിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള നമ്മുടെ ടോണിക്ക് മാച്ചായിട്ടുള്ള ഒരു സൈസിലൊക്കെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഇതിനെ സെറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഭവം ഡ്രസ്സ്, നമ്മൾ ഈ ഡ്രസ്സ് മാറ്റേണ്ടി വരും. നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ഡ്രസ്സൊക്കെ തയ്ക്കാന്ന് പറഞ്ഞാൽ പിന്നെ അത് ഫുൾ പണി ഞാൻ മമ്മിക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മുടിയൊക്കെ വെച്ച് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വില്ലീസുമായിട്ടൊരു മാച്ച് കാണത്തില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് ഗേളിനെ വെക്കുന്നില്ല. നമ്മൾ ജീപ്പിൽ ഫുള്ള് ബോയ്സ് ആണ് കേട്ടോ. പക്ഷേ ഫ്യൂച്ചറിൽ ഇതിന് പറ്റുന്ന ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വില്ലീസിൻ്റെ കോ ഡ്രൈവറായിട്ട് നമ്മൾ ഈ ഗേളിനെയും സെറ്റ് ചെയ്യും. അന്നേരത്തേക്കും ഇതിന് പേരൊക്കെ നമുക്ക് ഇടണം കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ബോയ്സ് മാത്രം മതി. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോഴത്തേക്കിനും ഇവൻ്റെ ഷൂസ് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇച്ചിരി റബ്ബർ പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്കിനി റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷൂസ് നമുക്ക് ടോണിക്കുട്ടനെ ആദ്യം ഒന്ന് ഇടിപ്പിച്ച് നോക്കാം കേട്ടോ. ഇവരെല്ലാവരും ഒരേ സ്കെയിൽ സൈസിൽ വരുന്നതായതുകൊണ്ട് ഇത് ഫിറ്റ് ആകുമായിരിക്കും. കാരണം കാലിൻ്റെ സൈസൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഏകദേശം സെയിം ആണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഓക്കെ, ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓ നൈസ്. വൈറ്റ് കളറാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് മാച്ച് ആകുന്നതെന്ന് തോന്നുന്നത്. നേരത്തെ ഇതിന് ബ്ലാക്ക് കളറായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഈ വൈറ്റ് കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ വൈറ്റ് കളറിൽ തന്നെ പ്രിന്റ് ചെയ്ത് ഒരു ഷൂസിനെ ഇവനെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടല്ലോ, 3 പേരെ കൂടെ ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയതാണ്. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ടോണിക്ക് ഹൈറ്റ് ഇച്ചിരി കുറവാണ്. അത് ഹൈറ്റ് ഓൾറെഡി ഇത്രയും ഉണ്ടായിരുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാലിലും ഒക്കെ ജോയിന്റ് സെറ്റ് ചെയ്ത സമയത്ത് അവന് ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞു പോയതാണ്. പക്ഷേ അത് പ്രോപ്പർ ഹൈറ്റ് ആണ് നമ്മുടെ വില്ലീസിന് വേണ്ടി. കാരണം ഇതിലും കൂടുതൽ ഹൈറ്റ്, ഇപ്പം ഇത്ര ഹൈറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വില്ലീസിന്റെ ഡാഷ്ബോർഡിൽ ഇവരുടെ കാല് ഫിറ്റ് ആകത്തില്ല. 3 പേരുടെ ഇരിക്കുന്ന കാണാൻ രസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാരക്ടറിനെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ അക്സസറീസിന്റെ കാര്യങ്ങളും. ഇനിയിപ്പോൾ നമ്മൾ ഇവന്റെ ഷൂസ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിന്റെ പ്രോസസ്സ് നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതാണ്. ഞാൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ പഠിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് പറ്റുന്ന ഷൂസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്നാണ് കേട്ടോ നമ്മൾ മോഡൽസ് ഡൗൺലോഡ് ചെയ്യുന്നത്. കൾസ് 3D എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇതിൽ പെയ്ഡ് വേർഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ വേർഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട മോഡൽ സെർച്ച് ചെയ്യുന്നു. മിനിയേച്ചർ ഷൂസ് എന്നാണ് കേട്ടോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഫ്രീ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മോഡൽസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് കേട്ടോ. ഇത് ഒരുപാട് ഡിസൈൻസ് കിടപ്പുണ്ട്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷൂസാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ നല്ല രസമാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഈ ഒരു ഷൂസാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ മൾട്ടി കളറാണ് കേട്ടോ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഫ്രീ ആയിട്ട് ചുമ്മാ ഡൗൺലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഓപ്പൺ പ്രൈസ് എന്നുള്ള കാറ്റഗറി ആയതുകൊണ്ട് ആഡ് ടു കാർട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ആഡ് ആയിട്ടുണ്ട്. അത് ഫ്രീ ഡൗൺലോഡ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രിയാലിറ്റിയുടെ സ്ലൈസിങ് സോഫ്റ്റ്വെയർ ആണ്. സ്ലൈസിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട മോഡലിനെ 3D മോഡൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. പക്ഷേ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട മോഡലിനെ നമ്മുടെ പ്രിന്ററിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ സംഭവങ്ങളാണ്, ഞാനും പഠിച്ചു വരുന്നുള്ളൂ. ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു 3D മോഡൽ, ഒരു STL ഫയൽ, അതുപോലെ തന്നെ ഒരു സ്ലൈസർ, പിന്നെ നമ്മുടെ പ്രിന്റർ. ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ പ്രിന്റിങ്ങിന് ആകെയുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ക്രിയാലിറ്റി പ്രിന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ലൈസറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടല്ലോ, നമ്മുടെ സ്ലൈസർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിന്റ് ബെഡാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രിന്ററിനകത്തുള്ള ആ ഒരു പ്രിന്റ് ബെഡാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഫയലിൽ പോയതിനു ശേഷം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും STL ഫയൽസ് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മോഡലിനെ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 മോഡലുണ്ട്, ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഷൂസ് നമ്മുടെ പ്രിന്റ് ബെഡിലോട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ഗ്രീൻ കളർ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി കാണിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റീസൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെഷർമെന്റ് കിടക്കുന്നത്. എല്ലാം mm-ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ക്യാരക്ടറിന് വേണ്ട ഷൂസിന്റെ സൈസ് എത്രയാണ് നമുക്ക് ആദ്യം നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പുതിയ ക്യാരക്ടറിന്റെ ഷൂസ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു മെഷർമെന്റ് ആയിട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഏകദേശം 4.1 cm
സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇത് നോക്കിയേ, 4.1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 41 mm ആണ് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സൈസ് കൂട്ടിയിടുവാണ്, കാരണം നമ്മുടെ ഷൂസിന്റെ ഡിസൈൻ വരുന്നത് വേറെ ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി വലുതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു 45 mm പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷൂസിന്റെ ലെങ്ത് ആണ് കേട്ടോ നമ്മൾ 45 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് കൊടുക്കേണ്ടത് ഈ Y ആക്സിസ് ആണ്. അപ്പോൾ നമ്മളിവിടെ യൂണിഫോം സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 45 കൊടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ, നമ്മുടെ ഷൂസ് ഫുള്ളായിട്ട് സ്കെയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു കോപ്പി കൂടെ വേണം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് Ctrl+C Ctrl+V അടിച്ചു കഴിഞ്ഞാൽ ഇത് കോപ്പി പേസ്റ്റ് ആകും കേട്ടോ. ഇത് കണ്ടല്ലോ, 2 വേർഷൻ ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 ഷൂസും ഒരേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിനൊന്ന് മിറർ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മോഡലിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മിറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ മിറർ എലോങ് X ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, നമ്മുടെ ഷൂസ് ഇപ്പം മിറർ ആയിട്ടുണ്ട്. നമ്മുടെ ഇടത്തേക്കാലിനും വലത്തേക്കാലിനും വേണ്ട രീതിയിൽ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രിന്റിങ്ങിന്റെ ട്യൂട്ടോറിയലോ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ കുറേ നാളുകൊണ്ട് പഠിച്ച്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ കുറേ നാളുകൊണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്യൂട്ടോറിയൽ ചെയ്യാൻ മാത്രം ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. മോഡലിംഗ് എങ്ങനെ ചെയ്യാം, പ്രിന്റിങ് വളരെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ കസ്റ്റം ഡിസൈൻ ചെയ്യാന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പുറകെ ചെയ്യുന്നതായിരിക്കും ഞാൻ പഠിച്ചതിന് ശേഷം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട മോഡൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ റീസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ലൈസ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ തന്നെ ഡിസൈഡ് ചെയ്യും നമുക്ക് എത്ര ലെയർ വേണം, എത്ര സമയം എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അവരതിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു ഔട്ട്ലൈൻ നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലെയറിൻ്റെ ഒരു ടൈം ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, ഇതാണ് ഓരോ ലെയറായിട്ട് നമ്മുടെ ഷൂസ് പ്രിന്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എന്തോ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ്. ഇത് അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പ്രിൻ്റർ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ 2 സ്പൂളാണ് ഇരിക്കുന്നത് കേട്ടോ. രണ്ടും 1 കിലോയുടെ സ്പൂളായിരുന്നു. നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് അതിന് ഏകദേശം ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഷൂസ് പ്രിൻറ്റ് ചെയ്യാനുള്ള വൈറ്റ് ഫിലമെൻ്റ് ഉണ്ട് കേട്ടോ, കാരണം ചെറിയ മോഡൽ ആയതുകൊണ്ട് വളരെ കുറച്ച് മതി. അപ്പോൾ ഈ ഒരു മെഷീൻ വെച്ചിട്ടുള്ള അധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അതെല്ലാം നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ സ്റ്റെപ്പൊന്നുമില്ല. നമ്മൾ നേരെ സെൻഡ് പ്രിൻ്റ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുന്നു. കണ്ടല്ലോ, നമ്മുടെ പ്രിന്ററിന്റെ ആ ഒരു ഇതിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കാണുന്നത് നമ്മുടെ പ്രിന്ററിനകത്തുള്ള ക്യാമറയാണ്. നമുക്ക് പ്രിന്റ് ചെയ്യുന്നതൊക്കെ ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതേ സാധനം നമുക്ക് മൊബൈലിലും കാണാൻ പറ്റും കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രിന്റർ എന്ന് പറഞ്ഞാൽ ക്രിയാലിറ്റിയുടെ K2 Pro എന്ന് പറഞ്ഞിട്ടൊരു കോംബോ വേർഷനാണ്. അതിന്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അൺബോക്സ് ചെയ്യുന്നതും സാമ്പിൾ പ്രിന്റ് എടുക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കാം. ഡയറക്റ്റ് പ്രിന്റ് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഫിലമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിടാം. ഞാനിപ്പോൾ 2 ഫിലമെന്റ് ഇട്ടേക്കുന്നത്, ഒരു വൈറ്റും ഉണ്ട്, ഒരു ഓറഞ്ചും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഓറഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് മെറ്റീരിയലായിരിക്കും നമുക്ക് പ്രിന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇതേ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് മേക്ക് ഷുവർ ദർ ആർ നോ മോഡൽസ്. ഓക്കെ, അവിടെ വേറെ മോഡൽസ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മളിതേ ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ അപ്ലോഡ് ആയിട്ടുണ്ട് നമ്മുടെ മെഷീനിലേക്ക്. നമ്മൾ ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്തെല്ലാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ പ്രിന്റ് ചെയ്യുന്ന മോഡൽസ് എല്ലാം തന്നെ എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ പോയി നോക്കി നിൽക്കാറുണ്ട്. കാരണം നമ്മുടെ കയ്യിലേക്ക് ഒരു മെഷീൻ, ഒരു സാധനം, നമുക്ക് വേണ്ട ഒരു സാധനം പ്രിന്റ് ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള, നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്തുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ചെറിയ സാധനങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോഴും ഞാൻ പോയി നോക്കി നിൽക്കും. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇത് കണ്ടല്ലോ, നമ്മുടെ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഡിറ്റക്ട് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. തവണ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ മെഷീൻ തന്നെ നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങൾ, അതായത് മെഷീൻ്റെ ഇപ്പോഴത്തെ ലെവല്, നമ്മുടെ ബെഡിന്റെ ലെവല്, അതുപോലെ തന്നെ വേറെ ഫോറിൻ ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യും. ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കുന്ന പ്രോസസ് ആണ് കേട്ടോ. ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബെഡ് ചെയ്ത് താഴേക്ക് പോയിട്ട് അവരിഞ്ഞ് ഫുള്ളായിട്ട് ആക്സസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബെഡ് ലെവൽ ചെയ്യുന്ന പ്രോസസ്സാണ്. നോസിൽ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഓരോ പൊസിഷനിൽ ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇവർ ലെവല് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ കംപ്ലീറ്റ് ഈ ബെഡ് ഫുള്ളായിട്ട് ഓടി നടന്നിട്ട് ഇത് ലെവൽ ചെക്ക് ചെയ്യും കേട്ടോ. കാരണം അല്ലെങ്കിൽ ലെവൽ ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ പ്രിന്റ് ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല. ഫിലമെന്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് ഫിലമെന്റ് അവർ വേസ്റ്റ് ആക്കി കളയും കേട്ടോ. കാരണം ആദ്യം ഇരിക്കുന്ന കുറച്ച് ഫിലമെന്റ് ഹീറ്റ് ചെയ്തിട്ട് കുറച്ചങ്ങ് മാറ്റി കളയും. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ആ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ ഷൂസിൻ്റെ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഈ ഒരു സ്റ്റെപ്സാണ് എനിക്കിങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടം. കാരണം നമ്മൾ കൈ കൊണ്ട് ഒരു മനുഷ്യൻ വരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ ഷൂസിൻ്റെ അടിയിലത്തെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്ത് ആക്യുറേറ്റ് ആയിട്ടാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണേ. ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്കിങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത്. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല നമ്മൾ ഇത്രയും മോഡൽസ് പ്രിൻറ്റ് ചെയ്തിട്ടും.
73% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോണിയുടെ ഷൂസ് നമ്മുടെ കൈ കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ പ്രിന്റ് ഇട്ടതിന് ശേഷം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു ക്യാമറ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ എൻ്റെ ലാപ്ടോപ്പിലാണ് കാണുന്നത്, ഇത് നമുക്ക് മൊബൈലിലും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പ്രിന്റിനെ പോസ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രിന്റ് റീസ്റ്റാർട്ട് ചെയ്യുമോ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പ്രിന്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഷൂസിന്റെ ടോപ്പ് പോർഷൻ മാത്രം ഇനി ബാക്കിയുള്ളൂ. നമ്മുടെ പ്രിന്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ കുറച്ച് ലെയറും കൂടെ ഇനി ബാക്കിയുള്ളൂ. മെഷീൻ ഇനി സൈഡിലോട്ട് പോയി 2 ഇടി ഇടിക്കും. ഇത് നോക്കിയോണേ, ഒരു ഇടി ഇടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് ഇവനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ടോണിക്കുട്ടൻ്റെ ഷൂസ് ഇതേ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം. റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മളിതേ ഈ പ്രിന്റ് ബെഡിനെ ഈ ഒരു രീതിയിൽ 2 സൈഡിലോട്ട് വന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷൂസ് കണ്ടല്ലോ റിമൂവായി വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുമ്പ് ഇതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ട സാധനങ്ങളാണ്. നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന സപ്പോർട്ട്സ് ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് വന്നു. അതുപോലെ തന്നെ ബാക്കിൽ ഒരു പീസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പീസ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞൻ ഷൂസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ടോണീനെ ഇടിയിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവൻ്റെ പാൻറ് അങ്ങ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് PLA ആണ് കേട്ടോ. PLA പ്ലസ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അത് സ്ട്രെച്ചബിൾ അല്ല. സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. TPU എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അത് റബ്ബർ പോലെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ഞെക്കാനും ഒക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ടോണിയുടെ കാല് കണ്ടല്ലോ, ഈ കാല് നമുക്ക് ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. അതുമല്ല ഇതിനകം ഹോളോ അല്ല കേട്ടോ, ഇതിന് കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ തുളയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ടോണിയുടെ കാല് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഷൂസിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അത് കുഴപ്പമില്ല, കാരണം നമുക്കിത് റിമൂവ് ചെയ്യേണ്ടി വരുന്നില്ല. പെർമനൻ്റ് ആയിട്ട് നമ്മളങ്ങ് ഷൂസ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഷൂസിൻ്റെ ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് നമ്മളിതിൻ്റെ കാലങ്ങ് കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മളിങ്ങനെ ചെരിച്ചായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൂൾ എടുത്തിട്ടുണ്ട്, റോട്ടറി ടൂൾ. നമ്മുടെ റീചാർജബിൾ നമ്മൾ പുതിയ മേടിച്ചതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഒരു കാല് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഷൂസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് അങ്ങനെ നമ്മുടെ 2 ഷൂസും റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ചെയ്ത സമയത്ത് ഇത് ഇച്ചിരി ലൂസായി പോട്ടോ. ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഇച്ചിരി കൂടിപ്പോയി, പക്ഷേ അത് പ്രശ്നമില്ല. ഇത് അങ്ങനെ നമ്മുടെ ഷൂസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ഷൂസ് നമ്മുടെ ടോണിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ഒരു കാര്യം തോന്നിയത് എന്താണെന്ന് ഞാൻ പറയാം. ഈ ഷൂസിന് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ചെറുതാണ്. നമ്മുടെ ബോഡി പ്രൊപ്പോർഷൻ വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും എനിക്ക് തോന്നി കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ തോട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടോണിയുടെ ഫ്രണ്ട്സിന് ഏത് കോസ്റ്റ്യൂമാണ് ചെയ്യേണ്ടത്? 2 പേര് കാണും. ഒരാൾ ഫ്രണ്ട് സീറ്റിലായിരിക്കും, ഒരാൾ ബാക്ക് സീറ്റിലായിരിക്കും. ഡ്രൈവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് എന്ത് കോസ്റ്റ്യൂമാണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതെല്ലാം നമ്മൾ വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.